നമ്മളെ കുട്ടികളെ പറ്റി നമുക്കുള്ള മോഹം ദുന്യാവിലല്ലല്ലോ. ദുന്യാവിൽ നമ്മുടെ മക്കൾ ശമ്പളക്കാരായിട്ട് നമ്മളെ സഹായിച്ചേക്കാം, ഇനി സഹായം കിട്ടാതെ വന്നേക്കാം. നമ്മൾ അതിനേക്കാൾ അപ്പുറമാണ് അവരെ കുറിച്ചുള്ള പ്രതീക്ഷ. അവര് നമുക്ക് വേണ്ടി ദുആ ചെയ്യണം, അവര് പരലോക കോടതിയിൽ നമുക്ക് കണ്ണിന്റെ കുളിർമയാവണം, അവര് നമ്മളോടൊപ്പം സ്വർഗത്തിൽ ഉണ്ടാവണം. അതിന് നമ്മൾ അവർക്ക് അദബ് പഠിപ്പിക്കണ്ടേ, ഇസ്ലാം പഠിപ്പിക്കണ്ടേ? അതേ അവസരത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ സ്റ്റഡി ടൂറിന് വിടുകയാണ്, ബസ്സിൽ അവർ കയറി പോവുകയാണ്. അന്യ സംസ്ഥാനങ്ങളിലെ ഹോസ്റ്റലുകളിലേക്ക് പ്രായം തികഞ്ഞ ആൺമക്കളെയും പെൺമക്കളെയും നമ്മൾ വിടുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എത്രയെത്ര ഉമ്മമാരും ഉപ്പമാരുമാണ് നല്ല തട്ടമിട്ട പർദ്ദയിട്ട കുട്ടികളെ ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കും അതേപോലെ തന്നെ പലയിടങ്ങളിലേക്കും കയറ്റിവിടുന്നത്. ബാപ്പയും ഉമ്മയും സ്റ്റേഷൻ വിട്ട് കഴിയുമ്പോഴേക്ക് ഈ ട്രെയിൻ അങ്ങ് നീങ്ങിപ്പോകുമ്പോഴേക്ക് അടുത്ത സ്റ്റേഷനിൽ എത്തുന്നതിന്റെ മുമ്പേ മക്കൾ അവരുടെ പർദ്ദ ഊരി ബാഗിലേക്ക് തള്ളി, മഫ്ത ഊരി അത് ബാഗിലേക്ക് തള്ളി. പിന്നെ അവിടെ നടക്കുന്ന രംഗങ്ങൾ അപ്പുറത്തെ സ്റ്റേഷനിൽ നിന്ന് ചില ആൺമക്കളും കയറിയിട്ടുണ്ട്. അവരടുത്തിരുന്നു കൊണ്ട് ചെയ്യുന്ന ക്രിയകൾ കണ്ടാൽ ഒരു മനുഷ്യൻ അത് നോക്കിയിരിക്കാൻ ധൈര്യം വരുമോ? എത്ര ഗൗരവത്തോടെയാണ് റെയിൽവേ സ്റ്റേഷനുകളിൽ വെച്ച് ഇതൊക്കെ നടക്കുന്നത്, ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റുകളിൽ നടക്കുന്നത്, ബർത്ത് സീറ്റുകളിൽ നടക്കുന്നത്. അതേപോലെ തന്നെ രാത്രി കിടന്നുപോയി സഞ്ചരിക്കുവാനുള്ള വലിയ വലിയ സംവിധാനങ്ങളുള്ള ബസ്സുകളിൽ ഈ റൂട്ടിലൂടെ പോകുമ്പോ ഇവിടെ നിന്ന് മൈസൂരിലേക്കൊക്കെ പോകുന്ന വാഹനത്തിൽ അതേ കിടന്നു പോകാനുള്ള സംവിധാനം വരെ ഇല്ലേ? അതിലൊക്കെ കാട്ടിക്കൂട്ടുന്ന എത്രയെത്ര വിക്രിയകളാണ് ഇന്നും അതാ വാട്സപ്പുകളിൽ പരസ്യമാണ്. ഇതൊക്കെ ആരെ മക്കളാ? ഇതൊക്കെ ആരുടെ മക്കളാ ഉപ്പമാരെ? ആരുടെ മക്കളാണ് ഉമ്മമാരെ? ഫോണും നല്ല ഫോണും കൊടുത്തു, എല്ലാ സംവിധാനങ്ങളും കൊടുത്തു. അവരവിടെ പോയിട്ട് ഹോസ്റ്റലിൽ പിന്നെ മറയില്ല, അവിടെ പഠിക്കുന്നിടത്ത് മറയില്ല. അവര് പിന്നെ ഒരുമിച്ച് താമസിക്കുകയാണ്.